മൂന്നാം മോദി സർക്കാരിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ടേമിലും ചെയ്യാൻ ബാക്കി വച്ചതൊക്കെയും ഇത്തവണ തീർക്കുമെന്ന ഉഗ്രശപഥത്തോടെയാണ് അദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നത്. ഇതോടെ തീവ്രവാദികൾക്കും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കും നടുക്കം വിട്ടുമാറിയിട്ടില്ല. മാത്രമല്ല, പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴേ നെട്ടോട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന 2014-ലും രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന 2019-ലും അജിത് ഡോവൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാൾ 3 തവണ തുടർച്ചയായി ഈ പദവി വഹിക്കുന്നത്. മോദി ഡോവൽ കൂട്ടുകെട്ട് തീവ്രവാദ സംഘടനകളുടെ ഉറക്കം കെടുത്തുന്ന കൂട്ടുകെട്ടായി മാറിയിരിക്കുകയാണ്. അത് ഇനിയും തുടരുമെന്നാണ് ഡോവലിന്റെ നിയമത്തിലൂടെ പുറത്തുവരുന്ന വസ്തുത. 1968-ലെ IPS ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ. തീവ്രവാദ വിരുദ്ധ വിദഗ്ധൻ എന്ന നിലയിലും ആണവ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിപുണൻ എന്ന നിലയിലും അജിത് ഡോവൽ ദേശീയ സുരക്ഷാ പദവി വഹിച്ചിരുന്ന മുൻഗാമികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. പാകിസ്ഥാന്റെ ഉറി ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യൻ സേന ആക്രമണം നടത്തിയതിന് പിന്നിൽ അജിത് ഡോവലിന്റെ ബുദ്ധിയായിരുന്നു. പുൽവാമ തീവ്രവാദ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് ബാലാകോട്ട് ആക്രമണത്തിലൂടെ ഇന്ത്യ മറുപടി നൽകിയതും അജിത് ഡോവൽ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു. ഇതുപോലെ മോദി സർക്കാരിന് പ്രശംസ നേടിക്കൊടുക്കുന്ന ഒട്ടേറെ ദൗത്യങ്ങളുടെ ആസൂത്രകൻ അജിത് ഡോവൽ തന്നെയായിരുന്നു. 1999-ൽ കാണ്ഡഹാറിലേക്ക് പാക് തീവ്രവാദികൾ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയപ്പോൾ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതും അജിത് ഡോവൽ തന്നെയായിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോയിൽ വിവിധ സ്ഥാനങ്ങളിൽ 33 വർഷത്തോളം അജിത് ഡോവൽ ജോലി ചെയ്യുകയുണ്ട്. ജമ്മു കാശ്മീരിലും UK-യിലും ഉൾപ്പെടെ ജോലി നോക്കുകയും ചെയ്തു. പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഭീകരവാദ സംഘടന എന്ന നിലയിൽ നിരോധനം ഏർപ്പെടുത്താൻ സഹായിക്കുന്ന ഒട്ടേറെ വസ്തുതകൾ കണ്ടെത്തുന്നതിന് പിന്നിൽ ഡോവലിന്റെ കരങ്ങളായിരുന്നു. ഇതുപോലെ അറിഞ്ഞ കഥകളേക്കാൾ ഡോവലിനെ ചുറ്റിപ്പറ്റിയുള്ള അറിയാ കഥകൾ നിരവധിയാണ്. രഹസ്യാന്വേഷണത്തിന് തൻ്റെതായ ശൈലിയിലൂടെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ. പാകിസ്ഥാനിൽ വർഷങ്ങളോളം രഹസ്യ വിവരശേഖരണത്തിന് തെരുവിൽ ഭിക്ഷക്കാരനായും കീറക്കടലാസുകൾ പെറുക്കുന്ന ആളായും വരെ വേഷം കെട്ടിയിട്ടുണ്ട് അജിത് ഡോവൽ. ഇതിലൂടെ വ്യക്തമാകുന്നത് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തി വിദേശത്തേക്ക് കടന്ന കൊടും ക്രിമിനലുകൾ ഇനിയും ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. ഇത്ര നാൾ കൊണ്ട് ഇവർക്കെല്ലാവർക്കും സംഭവിച്ചത് ദാരുണ അന്ത്യമായിരുന്നു. ആരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ എല്ലാം ഡോവൽ ചിന്തയിലെ ഓപ്പറേഷനുകളാണെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ കൊടും കുറ്റവാളികളായി കണ്ട 20-ലധികം പേർക്കാണ് അജ്ഞാതരുടെ വെടിയേറ്റ് ജീവൻ പൊലിഞ്ഞത്. പാകിസ്ഥാനിലെ സുഖവാസ കേന്ദ്രങ്ങളിൽ പോലുമെത്തി അജ്ഞാതർ അവരെ വകവരുത്തിയിട്ടുണ്ട്. ഇന്ത്യയെ ആക്രമിച്ച് ഒരിടത്തും ആർക്കും ഒളിക്കാനാകില്ലെന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് നൽകിയ സന്ദേശത്തിന്റെ തുടർച്ചയായി ഇതിനെ എല്ലാവരും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ പഴുതുകളില്ലാത്ത ഓപ്പറേഷൻ ആസൂത്രണം ചെയ്ത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവലിനെ അന്തർദേശീയ മാധ്യമങ്ങൾ പോലും വിലയിരുത്തുന്നുണ്ട്. ഡോവൽ ആ പദവിയിൽ 3ാമതും എത്തുമ്പോൾ തീവ്രവാദികൾക്കും ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നവർക്കും നടുക്കം കൂടുകയാണ് ചെയ്യുന്നത്. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്ത് തീവ്രവാദ ആക്രമണങ്ങൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. മുംബൈ മോഡൽ ഭീകരാക്രമണങ്ങൾക്ക് പഴുതു നൽകുന്നില്ല. ഇതിനെല്ലാം കാരണം ഡോവലിന്റെ ചാരക്കണ്ണുകളാണെന്ന വിലയിരുത്തലും സജീവമാണ്. മോദി ഡോവൽ കൂട്ടുകെട്ട് തീവ്രവാദ സംഘങ്ങളുടെ ഉറക്കം കെടുത്തുമെന്നും ഉറപ്പാണ്. ഇവിടെ നിന്നാണ് ചാരസംഘടനകളിലേക്ക് ഡോവൽ പോകുന്നത്. അതിനുശേഷം ഏറ്റെടുത്ത ഉത്തരവാദിത്തമെല്ലാം നന്നായി നിർവഹിക്കുകയും ചെയ്തു. ദാവൂദ് ഇബ്രാഹിം എന്ന കൊടും കുറ്റവാളിയെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് ഡോവലിന്റെ എന്നത്തെയും ലക്ഷ്യങ്ങളിലൊന്നാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കറാച്ചിയിൽ ദാവൂദിനെ വകവരുത്താൻ കമാൻഡോകളെയും എത്തിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ഡൽഹി കോളിൽ അവസാന നിമിഷം ഉപേക്ഷിച്ചുവെന്ന ആരോപണം ഇന്ത്യൻ രാഷ്ട്രീയത്തെയും പലതവണ പിടിച്ചുലയ്ക്കുകയുണ്ടായി. മോദി പ്രധാനമന്ത്രിയായതോടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഡോവൽ ആദ്യം 5 കൊല്ലം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ ശക്തമാക്കുന്നതിലാണ് ശ്രദ്ധിച്ചത്. ഇന്ത്യയുടെ അയൽപക്കത്തെ ഭരണം പോലും ഭീഷണിയാകുന്നില്ലെന്ന തരത്തിൽ ഇടപെടലും നടത്തുകയുണ്ടായി. അടുത്ത ടൈമിൽ വിദേശത്തേക്കായി കണ്ണ്. അതിന്റെ പ്രതിഫലനമാണ് കാണ്ഡഹാറിലും മുംബൈയിലും അടക്കം രാജ്യസുരക്ഷയെ അപകടത്തിലാക്കിയ ഭീകരരുടെ പാകിസ്ഥാനിലെയും കാനഡയിലും എല്ലാം മരണമെന്നും വിലയിരുത്തലുണ്ട്. അപ്പോഴും ഡോവൽ അവകാശവാദങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇങ്ങനെ പല തീവ്രവാദികളും മരിച്ചപ്പോഴും ഇന്നും ദാവൂദ് കറാച്ചിയിൽ സുഖതാമസത്തിലാണെന്നാണ് റിപ്പോർട്ട്. മാസങ്ങൾക്ക് മുമ്പ് ദാവൂദ് മരിച്ചെന്ന തരത്തിൽ വാർത്തകളെത്തിയെങ്കിലും അത് സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. പാക് സൈന്യത്തിന്റെ കാവലിൽ ഇപ്പോഴും ദാവൂദ് ഉണ്ടെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ 3ാം ടൈമിൽ ദാവൂദിന് വേണ്ടി ഡോവൽ കരുതുന്നത് എന്തൊക്കെയാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയെ വെല്ലുവിളിച്ച് വിദേശത്ത് കഴിഞ്ഞ ബാക്കി ഭൂരിപക്ഷം ഭീകരരും കൊല്ലപ്പെട്ടുവെന്ന യാഥാർത്ഥ്യവും അടുത്ത ലക്ഷ്യം ഡോവലിന് മുന്നിലുള്ളത് ദാവൂദ് തന്നെയാകുമെന്ന വിലയിരുത്തലും ശക്തമാണ്.